അധ്യായം 1. ഞാൻ ബാങ്കിൽ നിന്ന് $500 പിൻവലിച്ചു. അതൊരു വെള്ള കവറിലിട്ട് അതിനു മുകളിൽ മിസ്റ്ററി എന്നെഴുതി. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമൊന്നുമായിരുന്നില്ല. എങ്കിലും കഴിഞ്ഞ 4 ദിവസമായി ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഫ്രെഡ് സെഗലിൽ നിന്ന് $200 വസ്ത്രങ്ങൾ വാങ്ങി, അനുയോജ്യമായ പെർഫ്യൂം കണ്ടെത്താനായി ഒരു ഉച്ചനേരം മുഴുവൻ ചെലവഴിച്ചു, ഒരു ഹോളിവുഡ് ഹെയർകട്ടിനായി $75 പൊടിച്ചു. എനിക്ക് ഏറ്റവും മികച്ച രീതിയിൽ കാണപ്പെടണമായിരുന്നു. ഒരു യഥാർത്ഥ പിക്കപ്പ് ആർട്ടിസ്റ്റിനോടൊപ്പം സ്ത്രീകളെ ആകർഷിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളയാൾ ഞാൻ സമയം ചെലവഴിക്കാൻ പോകുന്നത് ഇതാദ്യമായാണ്. അദ്ദേഹത്തിന്റെ പേര്, അല്ലെങ്കിൽ അദ്ദേഹം ഓൺലൈനിൽ ഉപയോഗിച്ചിരുന്ന പേര്, മിസ്റ്ററി എന്നായിരുന്നു. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന പിക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. സ്ത്രീകളെ പരിചയപ്പെടാനും ആകർഷിക്കാനുമായി സാമൂഹിക സാഹചര്യങ്ങളെ എങ്ങനെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് അൽഗോരിതങ്ങൾ പോലെ കൃത്യമായ ദീർഘമായ കുറിപ്പുകൾ അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു. സ്വന്തം പട്ടണമായ ടൊറന്റോയിൽ മോഡലുകളെയും സ്ട്രിപ്പർമാരെയും വശീകരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ രാത്രികാല അനുഭവങ്ങൾ വളരെ വിശദമായി ഓൺലൈനിൽ രേഖപ്പെടുത്തിയിരുന്നു. സ്നൈപ്പർ നെക്സ്, ഷോട്ട്ഗൺ നെക്സ്, ഗ്രൂപ്പ് തിയറി, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ്, പോണിംഗ് എന്നിങ്ങനെ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച സാങ്കേതിക പദങ്ങൾ പിക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഭാഷയുടെ അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു. 4 വർഷത്തോളമായി അദ്ദേഹം ഈ മേഖലയിൽ സൗജന്യമായി ഉപദേശങ്ങൾ നൽകി വരികയായിരുന്നു. പിന്നീട് ഒക്ടോബറിൽ തന്റെ സേവനത്തിന് ഒരു വില നിശ്ചയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. താഴെ പറയുന്ന കുറിപ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്തു. നിരവധി അഭ്യർത്ഥനകൾ പരിഗണിച്ച് മിസ്റ്ററി ഇപ്പോൾ ലോകത്തിന്റെ വിവിധ നഗരങ്ങളിൽ ബേസിക് ട്രെയിനിംഗ് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നു. ആദ്യത്തെ വർക്ക്ഷോപ്പ് ലോസ് ഏഞ്ചൽസിൽ ഒക്ടോബർ 10 ബുധനാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച രാത്രി വരെ നടക്കും. ഫീസ് $500. ഇതിൽ ക്ലബ് പ്രവേശനം, 4 വൈകുന്നേരങ്ങളിൽ ലിമോസിൻ കാർ യാത്ര, ഓരോ വൈകുന്നേരവും കാറിൽ വെച്ചുള്ള 1 മണിക്കൂർ പ്രഭാഷണം, രാത്രിയുടെ അവസാനം 30 മിനിറ്റ് നീളുന്ന അവലോകനം, കൂടാതെ മിസ്റ്ററിയോടൊപ്പം ഓരോ രാത്രിയും 3.5 മണിക്കൂർ നേരിട്ടുള്ള പരിശീലനം, രാത്രിയിൽ 2 ക്ലബ്ബുകൾ വീതം എന്നിവ ഉൾപ്പെടുന്നു. ബേസിക് ട്രെയിനിംഗ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം 50ഓളം സ്ത്രീകളെ സമീപിച്ചിട്ടുണ്ടാകും. സ്ത്രീകളെ വശീകരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ ചേരുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ ചേരുക എന്നതിനർത്ഥം സ്വന്തം പരാജയവും അപകർഷതാബോധവും പോരായ്മകളും സമ്മതിക്കുക എന്നാണ്. ലൈംഗികമായി സജീവമായ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധമുള്ള ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും താൻ വളർന്നിട്ടില്ലെന്നും കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചിട്ടില്ലെന്നും ഒടുവിൽ സ്വയം സമ്മതിക്കുകയാണവിടെ. സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പരാജയപ്പെട്ടവരാണ് പലപ്പോഴും സഹായം തേടുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ പുനരധിവാസ കേന്ദ്രങ്ങളിലും അക്രമവാസനയുള്ളവർ ആങ്കർ മാനേജ്മെന്റ് ക്ലാസുകളിലും പോകുന്നത് പോലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർ പിക്കപ്പ് സ്കൂളുകളിൽ പോകുന്നു. മിസ്റ്ററിക്ക് ഇമെയിൽ അയയ്ക്കുക എന്നത് ഞാൻ ചെയ്ത ഏറ്റവും പ്രയാസകരമായ കാര്യങ്ങളിൽ ഒന്നായിരുന്നു. സ്ത്രീകളെ വശീകരിക്കുന്നതിൽ നേരിട്ടുള്ള പാഠങ്ങൾ പഠിക്കാൻ ഞാൻ പണം നൽകുന്നുണ്ടെന്ന് സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ സഹപ്രവർത്തകരോ, പ്രത്യേകിച്ച് ലോസ് ഏഞ്ചൽസിലെ എന്റെ ഏക മുൻ കാമുകിയോ അറിഞ്ഞാൽ അവരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലും തൽക്ഷണവും ക്രൂരവുമായിരിക്കും. അതിനാൽ ഞാൻ എന്റെ ഉദ്ദേശ്യങ്ങൾ രഹസ്യമായി വെച്ചു. വാരാന്ത്യം മുഴുവൻ ഒരു പഴയ സുഹൃത്തിനെ നഗരം ചുറ്റിക്കാണിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഞാൻ എല്ലാ സാമൂഹിക പരിപാടികളിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഈ 2 ലോകങ്ങളെയും എനിക്ക് വേറിട്ട് നിർത്തേണ്ടതുണ്ടായിരുന്നു. മിസ്റ്ററിക്ക് അയച്ച ഇമെയിലിൽ ഞാൻ എന്റെ കുടുംബപ്പേരോ തൊഴിലോ വെളിപ്പെടുത്തിയില്ല. കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു എഴുത്തുകാരനാണെന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ തീരുമാനിച്ചു. എന്റെ പദവികൾ കാരണം ഗുണമോ അധിക സമ്മർദ്ദമോ ഇല്ലാതെ അജ്ഞാതനായി ഈ ഉപസംസ്കാരത്തിലൂടെ നീങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും എനിക്ക് എന്റെ മനസാക്ഷിയെ നേരിടേണ്ടി വന്നു. ഇതുവരെ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ദയനീയമായ കാര്യമായിരുന്നു ഇത്. നിർഭാഗ്യവശാൽ ഷവറിന് കീഴിലിരുന്ന് സ്വയംഭോഗം ചെയ്യുന്നത് പോലെയല്ല ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഇത്. എന്റെ നാണക്കേടിനും രഹസ്യത്തിനും അപകർഷതാബോധത്തിനും സാക്ഷ്യം വഹിക്കാൻ മിസ്റ്ററിയും മറ്റ് വിദ്യാർത്ഥികളും അവിടെ ഉണ്ടാകും. ജീവിതത്തിന്റെ പകുതി അധികാരം, വിജയം, നേട്ടങ്ങൾ എന്നിവയിലേക്കും മറ്റേ പകുതി സ്നേഹം, കൂട്ട്, ലൈംഗികത എന്നിവയിലേക്കുമാണ് നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ പകുതി ഭാഗം താളം തെറ്റിക്കിടക്കുകയായിരുന്നു. അവരുടെ മുന്നിൽ ചെല്ലുക എന്നത് ഒരു പുരുഷനായി എഴുന്നേറ്റ് നിന്ന് താൻ ഒരു പകുതി മനുഷ്യൻ മാത്രമാണെന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു.